ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മഴതോരും മുമ്പേ പരമ്പരയുടെ നാളത്തെ പുതിയ വിശേഷത്തിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ ചെറിയ കോൾഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അതിന്റെ ഒരു സൗണ്ട് വ്യത്യാസമുണ്ട് എന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പൊ നാളെ വരാനിരിക്കുന്ന നമ്മുടെ പരമ്പര മഴതോരും മുമ്പേ പരമ്പരയിൽ കുറച്ച് ചെറിയ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതിന്റെ കുറച്ച് പോർഷൻ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, പക്ഷെ അത് ഇന്നത്തെ എപ്പിസോഡിൽ കയറി വന്നിട്ടില്ല കേട്ടോ. അപ്പൊ റിപ്പീറ്റേഷൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നണ്ട. അപ്പൊ നമുക്ക് നാളത്തെ വിശേഷത്തിലോട്ട് പോകാം. അങ്ങനെ നമ്മുടെ അലീനയും മനുശങ്കറും തമ്മിൽ ഫോണിൽ സംസാരിക്കുകയാണ്. അതായത് നമ്മുടെ മനു അലീനയെ വിളിക്കുകയാണ്. അങ്ങനെ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ വിശേഷങ്ങളൊക്കെ മനു ചോദിക്കുന്നുണ്ട്. നീ എന്തെടുക്കാണ്, അവിടെ നിനക്ക് സുഖമാണോ? സത്യം പറഞ്ഞ മനുവേട്ടാ, എനിക്കിവിടെ ബോറടിക്കുക. അതെന്താ? അതെ, അവിടെ നെടുമ്പുരയ്ക്കൽ വീട്ടിലാണെങ്കിൽ ഇരിക്കാൻ നേരെയില്ല, എപ്പം നോക്കിയാലും പണിയായിരുന്നു. സത്യമായിട്ട് എനിക്ക് അതാ ഒരുപാട് ഇഷ്ടമുള്ള കാര്യം. ഇപ്പൊ അങ്ങനെയായോ? റെസ്റ്റ് ചെയ്യാൻ കിട്ടുന്ന സമയം പോലും നിനക്ക് വേണ്ടെന്നോ? എന്താ ഈ കേൾക്കണേ? അതെ, എനിക്ക് അങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്ന സ്വഭാവം ഇല്ലെന്ന് മനുവേട്ടനെ അറിയാലോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്തോ എന്തോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് ആകെ ഒരു ഇടങ്ങേറായിട്ട് ഇരിക്കട്ടോ. അങ്ങനെ നമ്മുടെ മനുവിന്റെ അടുത്ത് പരാതിയും പരിഭവവും ഒക്കെ പറയണ്. നിന്റെ പപ്പ എങ്ങനെയുണ്ട്? മെരിങ്ങിയോ? അത് ഇച്ചിരി താമസമൊക്കെ എടുക്കും മനുവേട്ടാ. കാരണം അല്ലറ ചില്ലറ മെരുക്കലൊന്നും അവിടെ പറ്റില്ല. കുറച്ച് പിടി പിടിക്കേണ്ടി വരും. അവസാനം പിടി പിടിച്ച് നീ അവിടെ നിന്ന് ഇറങ്ങി പോരേണ്ടി വരുമോ? അതൊന്നുമില്ല. എന്നാലും കുറച്ച് പിടുത്തം പിടിക്കേണ്ടി വരും. എന്നാലേ പപ്പേനെ ഒന്ന് ഒതുക്കിയെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ വല്യപ്പച്ചയും കുഴപ്പമില്ല. വല്യപ്പച്ച ഉള്ളതുകൊണ്ട് സമയവും കാലവും ഒക്കെ അങ്ങ് പോവും. അതുകൊണ്ട് ബോറടിയില്ല എന്നിങ്ങനെ അലീന പറയണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറയുന്ന അലീന മനുവിന്റെ അടുത്ത് വീട്ടിലൊക്കെ പോവാറുണ്ടോ എന്നുള്ളത് ചോദിക്കുകയാണ്. നെടുമ്പുരയ്ക്കൽ വീട്ടില്. ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ നിനക്ക് അതല്ലേ പറയാനുള്ളൂ. വീട്ടിൽ പോവാറുണ്ടോ, കുട്ടികളെയൊക്കെ നോക്കിയോ, അച്ഛന്റെ മരുന്നും ആരോഗ്യമൊക്കെ നോക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ നിനക്ക് അറിയണ്ടേ? എന്റെ കാര്യങ്ങളൊന്നും നിനക്ക് ചോദിക്കണമെന്ന് പോലും ഇല്ലല്ലോ. അപ്പോഴേക്ക് അലീന പറഞ്ഞു, അയ്യോ അങ്ങനെ പറയല്ലേ മനുവേട്ടാ. എനിക്ക് മനുവേട്ടന്റെ കാര്യമൊക്കെ തിരക്കാതിരിക്കാൻ പറ്റുമോ? അതെ, നീ ഇപ്പൊ പോയിട്ട് എത്ര ദിവസമായി? കുറെ ദിവസമായില്ലേ? നിനക്ക് ഞങ്ങളെയൊന്നും കാണാനേ തോന്നണില്ല. അപ്പോഴേക്ക് അലീന പറഞ്ഞു, പിന്നെ കാണാൻ തോന്നാണ്ടോ? കാണാൻ എത്ര പ്രാവശ്യം തോന്നിയതാ. ഞാൻ അവരെയൊക്കെ വിളിക്കാറുണ്ട്. എങ്കിലും മനുവേട്ടൻ ഒന്ന് പോണം, പോയി കാര്യങ്ങളൊക്കെ തിരക്കണം, എന്നാലേ എനിക്കൊരു സമാധാനമുള്ളൂ എന്നിങ്ങനെ അലീന പറയണേ. അപ്പോഴേക്ക് നമ്മുടെ മനുശങ്കർ പറഞ്ഞു, അയ്യോ എന്റെ പൊന്നെ, ഞാൻ പോയി തിരക്കിക്കോളാം. നീ അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നും ഇല്ലടി അലീന, ഞാൻ പൊക്കോളാം എന്നൊക്കെ പറയണ. അതെ, നീ ഇനി എപ്പോഴാ ഇങ്ങോട്ട് വരുന്നേ? അതെ, ഞാനിപ്പൊ ഇങ്ങോട്ട് വന്നില്ലേ ഉള്ളൂ മനുവേട്ടാ. ഞാൻ പതുക്കെ ഒരു ദിവസം വരാട്ടോ എന്നൊക്കെ പറയണ്. അതെ, എനിക്കാണെങ്കിൽ നിന്നെ കാണാഞ്ഞിട്ട് എന്തോ ഭയങ്കര ബുദ്ധിമുട്ടാ. എന്ത് ബുദ്ധിമുട്ട്? അതെ, എന്താന്നറിയില്ല. നിനക്ക് അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഈ മനുശങ്കരനെ അങ്ങ് വിളിച്ചേങ്ങനെ കേട്ടോ. നിന്നെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവന്ന് ഒരു മിന്നും കെട്ടി ഞാൻ എന്റെ കൂടെ അങ്ങ് പൊറപ്പിക്കും എന്ന് പറയണ. പിന്നെ ദേ മനുവേട്ടാ, ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാം നീ എന്താ പറയാൻ പോണേന്ന്. മനുശങ്കർ പറഞ്ഞു, എന്നെ ഒരു സഹോദരിയായിട്ട് കണ്ടോണം, അതാണ് ഇതാണ് എന്നൊക്കെയല്ലേ. പറ്റില്ല, എനിക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. അത് നിനക്ക് മനസ്സിലായല്ലോ. അപ്പോഴേക്ക് അലീന മിണ്ടാതിരുന്നു കേട്ടോ. മനുവിന്റെ ഈ വർത്തമാനമൊക്കെ കേൾക്കുമ്പോൾ അലീനയ്ക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമൊക്കെ ഉണ്ട്. മനസ്സിനൊരു വല്ലാത്തൊരു ഇത്. കാരണം എന്ന് വെച്ചാൽ കുറെ നാളായില്ലേ ഇങ്ങനെ അവിടുത്തെ വിശേഷങ്ങളും അവരെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അലീനയ്ക്ക് അതൊരു വല്ലാത്തൊരു സന്തോഷം തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ അലീന സംസാരിച്ച് കുറെ നേരം കൂടെയൊക്കെ സംസാരിച്ചിട്ട് മനുശങ്കറിന്റെ കോള് കട്ട് ചെയ്ത് വെക്കുകയാണ്. അത് കഴിഞ്ഞ് അലീനയ്ക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം. കാരണം മനുവേട്ടന്റെ കൂടെ സംസാരിച്ച് കഴിയുമ്പോൾ മനസ്സിനെന്തോ ഒരു വല്ലാത്തൊരു സമാധാനം പോലെയൊക്കെയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് മനുശങ്കർ നേരെ നെടുമ്പുരയ്ക്കൽ വീട്ടിലോട്ട് ചെല്ലുകയാണ്. അപ്പൊ അതിന്റെ ഒരു ഇത് ഞാൻ ഇന്നലെ ഒരു ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് ഇന്നത്തെ എപ്പിസോഡിൽ കയറി വരത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു ഫ്ലോയിൽ അത് റിപ്പീറ്റ് ആയിട്ട് വീണ്ടും പറയുന്നത് കേട്ടോ. അങ്ങനെ മനുശങ്കർ വരുമ്പോ നമ്മുടെ കൃഷ്ണമോളും ബബിതയൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെ മനു വിശേഷമൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ കൃഷ്ണമോളാണെങ്കിൽ പറയണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോണു മനുവേട്ടാ, ഇന്ന് സ്കൂളില്ല എന്നൊക്കെ പറയണ. അതെ, എങ്ങനെയുണ്ട് ആന്റി അങ്കിള് തമ്മില്? അത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഈ കുറയ്ക്കാത്ത പട്ടിയുടെ വായിൽ കോലിട്ടിട്ട് കുറയ്ക്കാൻ വേണ്ടി പറയില്ലേ, ആ ഒരു അവസ്ഥയാണ്. ഞങ്ങളുടെ അടുത്ത് മെക്കിട്ട് കയറാൻ വന്നാൽ ഞങ്ങൾ നല്ല രീതിക്ക് തന്നെ അമ്മയ്ക്ക് മറുപടി കൊടുക്കും. അച്ഛൻ്റെ അടുത്ത് ചെന്നാൽ ഒരാഴ്ചത്തേക്കുള്ളത് അച്ഛന് കൊടുക്കും. അതാണ് ഇപ്പോഴത്തെ നിലപാട് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വൈജയന്തി ഇറങ്ങി വരേണ്. വൈജയന്തി എടി, നിനക്കൊക്കെ പഠിക്കാനൊന്നുമില്ലേ? സ്കൂളില്ലാന്ന് പറഞ്ഞ് രാവിലെ തൊട്ട് നടക്കേണ്. അങ്ങനെ പോയിരുന്നു പഠിക്കണി എന്ന് പറയും. മനു എന്താ അവിടെ തന്നെ നിൽക്കണത്? കയറി വാടാ മനു എന്ന് പറയും. അങ്ങനെ മനുശങ്കർ അകത്തോട്ട് കയറി വരേണല്ലോ.
അപ്പോഴേക്കും നമ്മുടെ ബബിതയും കൃഷ്ണമോളും മനുവൊക്കെ അകത്തോട്ട് വരണം. അങ്ങനെ കൃഷ്ണമോള് ചായയൊക്കെ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. മനുവിന് നല്ല അടിപൊളി ചായയൊക്കെ ഇട്ടൊന്ന് കൊടുക്കുകയാണ്. അപ്പോഴേക്കും വൈജയും മനുവും തമ്മിൽ സംസാരിക്കുകയാണ്. അപ്പൊ വൈജയുടെ സംസാരത്തിൽ എപ്പോഴും ഒരു ഇതാണല്ലോ, കുറ്റപ്പെടുത്തലും അലീനയുടെ കുറ്റപ്പെടുത്തലാണ് മനുവിന്റെ അടുത്ത് കൂടുതലും പറയുന്നത്. അങ്ങനെ എങ്ങനെയുണ്ട് ആന്റി, ഇവിടെ വന്നിട്ട് ലൈഫൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ടോ? ഓ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്കിപ്പോ തൽക്കാലം പ്രശ്നങ്ങളൊന്നുമില്ല. അതെ, ആന്റിക്ക് പ്രശ്നമൊന്നുമില്ല, മറ്റുള്ളവർക്കല്ലേ പ്രശ്നം. എന്ത് പ്രശ്നം? അല്ല, ഞാനിങ്ങനെ ഒഫീഷ്യലി ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ചോദിക്കും, അല്ല ആന്റി ജോലിക്കൊക്കെ പോയി തുടങ്ങിയ? ചെറുതായിട്ടൊക്കെ ഒന്ന് പോയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴാ മനു ഒരു സമാധാനമായത്, ആ ഒരുമ്പട്ടവള് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതോടുകൂടി. അപ്പോഴേക്കും മനുവിന്റെ മുഖം അങ്ങ് മാറിയിട്ട് വീണ്ടും അലീനെ കുറ്റം പറയാൻ, ഈ കുറ്റം പറയാനല്ലാണ്ട് ആന്റി വാ തുറക്കില്ല. അപ്പോഴേക്കും മനു ചോദിച്ചു, അല്ല അലീന എന്തായാലും ഈ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞു, പിന്നെ ആന്റിക്ക് എന്തുകൊണ്ട് അവളുടെ അടുത്ത് ഇത്രയും ദേഷ്യം എന്ന് പറയുന്നത്? അപ്പോഴേക്കും ദേഷ്യോ, ഈ എന്റെ കുടുംബം ഈ രീതിയിൽ കുട്ടിച്ചോറാക്കിയത് ആ ഒരുമ്പട്ടവള് എന്ത് ഈ കുടുംബത്തെ കാലെടുത്ത് വെച്ചോ അന്ന് എന്റെ കുടുംബം നാശമായി പോയിക്കണതാ. ഇനി അത് പഴയ രീതിയിലൊക്കെ ആക്കി എടുക്കണം, കുറച്ച് കാലതാമസമൊക്കെ ഉണ്ടാകുക എന്നിങ്ങനെ പറയാൻ കേട്ടോ. ഈ സമയത്ത് നമ്മുടെ മനു പറയണേ, ആന്റി ഈ കുറ്റവും കുറവും കുറെ പറയുന്നുണ്ടല്ലോ, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ആന്റിയുടെ പാസ്റ്റ് ഒന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കാറുണ്ടോ? അപ്പം വൈജയന്ത് വെച്ചു, പാസ്റ്റോ? അതെന്താ നീ അങ്ങനെ ചോദിക്കണത്? എന്താ എന്റെ പാസ്റ്റിന് കുഴപ്പം? അപ്പൊ പറയാം, അല്ല ആന്റി ചിന്തിച്ചു നോക്കാറുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ആന്റിയുടെ പാസ്റ്റ് ഇവിടെ എല്ലാവർക്കും, അതായത് മക്കൾക്കുൾപ്പെടെ എല്ലാവർക്കും അറിയാം എന്ന രീതിയിൽ പറയുന്നത്. അപ്പൊ വൈജയന്തി ഒരു നിമിഷം ഇങ്ങനെ ചിന്തിക്കുന്നു, ഇനി അലീന അന്ന് എന്നോട് പറഞ്ഞായിരുന്നു ആഗ്രയിലെ മേഡത്തിന്റെ ആ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേയുള്ള ആഗ്ര ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കാനായിട്ട്. ഇനി അവളെ എല്ലാവരുടെ പറഞ്ഞു, ഇനി ബാലചന്ദ്രനും ഇതൊക്കെ അറിഞ്ഞു കാണുമോ എന്നുള്ള ചിന്ത നമ്മുടെ വൈജയന്തിയുടെ മനസ്സിൽ വരെയാണ് കേട്ടോ. ആകെ ടെൻഷന്. അപ്പൊ മനു പറഞ്ഞു, അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ആന്റി കുറ്റപ്പെടുത്തുമ്പോ ആന്റിയുടെ ജീവിതം കുറച്ച് ഒന്ന് പുറകിലോട്ട് തിരിഞ്ഞു നോക്കണത് എന്തുകൊണ്ട് നല്ലതാന്ന് പറഞ്ഞു. അപ്പോഴേക്കും വൈജയന്തിക്ക് പിന്നെ ഒന്നും മനുവിനോട് പറയാൻ പറ്റില്ല. വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി. മുഖത്തടിച്ചണക്കുള്ള മനുവിന്റെ ഒരു ഡയലോഗായിരുന്നു അത്. അങ്ങനെ മനു, ഞാൻ അങ്കിളിനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് മേളിലോട്ട് കയറി പോകാനുണ്ടോ. എന്നിട്ട് മനു പതുക്കെ വൈജയുടെ മുഖത്തോട്ട് നോക്കിയാണ്. വൈജയുടെ മുഖം എന്തൊക്കെയോ ഇങ്ങനെ ഭയങ്കരമായിട്ട് നിഗൂഢമായിട്ട് ആലോചിച്ചിരിക്കും പോലെയുള്ള ഒരു മുഖം. ഒരു താപ്പ് കൊടുത്തത് തന്നെ. കാരണം എന്ന് വെച്ചാൽ വായിന്ന് വരുന്നതിന് അല്ലറ ചില്ലറ ഗടുതിയൊന്നുമില്ല, നല്ല രീതിയിലാണ് വായിന്ന് വരുന്നത്. പിന്നെ എന്ത് ചെയ്യാനാ? അങ്ങനെ മനു നേരെ ബാലചന്ദ്രന്റെ അടുത്ത് ചെല്ലുകയാണ്. അങ്ങനെ ബാലചന്ദ്രന്റെ അടുത്ത് ചെന്നിട്ട് അലീനയെ കാണാൻ പോണില്ല അങ്കിളെ, കുറെ നാളായല്ലോ. അങ്ങനെ എപ്പോഴും പോകുന്ന എങ്ങനെയാടാ? ഇപ്പൊ കൊണ്ട് വിട്ടിട്ട് വന്നില്ലേ ഉള്ളൂ, ഇനിയിപ്പോ കുറച്ചു ദിവസം കഴിഞ്ഞിട്ടൊന്ന് പോകാന്ന് കരുതിയിരിക്കുക. അവൾ ഇടയ്ക്ക് വിളിക്കാറൊക്കെ ഉണ്ട്. എന്നിട്ട് പിന്നെ മനു ചോദിച്ചു, അല്ല ആന്റി അങ്കിളും ഇങ്ങനെ രണ്ട് തലത്തിലായിട്ട് ജീവിച്ചാൽ മതിയോ? നല്ലൊരു ജീവിതമുള്ള അങ്കിളെ കളയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ബാലചന്ദ്രനോട് ചോദിക്കുകയാണ്. ഞാനാണോ മനു കളഞ്ഞത്? പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, എന്റെ അലീന മോള് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പൊ ഒന്ന് അടങ്ങി നിൽക്കുന്നത്. പക്ഷെ ഒരു ദിവസം ഒരു ബോംബ് ഞാൻ ഇടും, അന്നാണ് അവളുടെ ജീവിത കഥ ഞാൻ വലിച്ചു കീറി ഒട്ടിച്ചങ്ങ് കൊടുക്കണത്. അതോടുകൂടി വൈജയന്തിയുടെ അഹങ്കാരം അതോടുകൂടി തീർന്നു കിട്ടും എന്നിങ്ങനെ ബാലചന്ദ്രൻ പറയുന്നു. ആ സമയം നമ്മുടെ മനുശങ്കർ ചോദിക്കുന്നുണ്ട്, അങ്ങളെ ഇനിയിപ്പോ ഒരു പ്രശ്നത്തിനായിട്ടൊക്കെ പോണു, അതിന്റെ ആവശ്യമുണ്ടോ അങ്ങളെ എന്ന് ചോദിക്കണം. എത്ര നാളാ മനു ഞാൻ ഇത് ഉള്ളിലൊതുക്കി തീ പുകഞ്ഞ് തീക്കട്ട പോലെ എന്റെ ചങ്കിലിരിക്കുക, ഞാനത് എത്ര നാളാ കൊണ്ട് നടക്കേണ്ടത്? നീ പറയാം, എന്റെ മരണം വരെയോ? ഒരിക്കലുമില്ല. അവൾ അങ്ങനെ ഒന്നും അറിയാത്ത കണക്ക് അഹങ്കാരിയായിട്ട് ജീവിച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ. ഞാൻ ഒരു ബോംബ് എന്തായാലും ഇടും എന്നുള്ള കാര്യം ഉറപ്പാ മനു. അതിന് ആരെന്തൊക്കെ പറഞ്ഞിരുന്നാല് അത് എപ്പോഴാ എന്നുള്ളത് മാത്രമേ ഒരു ചോദ്യചിഹ്നമായിട്ട് ഇങ്ങനെ ഇരിപ്പുള്ളൂ എന്നിങ്ങനെ ബാലചന്ദ്രൻ പറയുന്നു. അങ്ങനെ മനു നെടുമ്പുരയ്ക്കൽ വീട്ടിൽ വന്നിട്ട് എല്ലാവരുമായിട്ട് സംസാരിച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ച് എല്ലാം ആക്കിയിട്ട് മനുശങ്കർ അവിടെ നിന്ന് പോകാനുണ്ടോ. ഇതേ സമയം നമ്മുടെ ഔതക്കുട്ടിച്ചായൻ 2 ദിവസത്തേക്ക് പാല വരെ ഒന്ന് പോവേണ്. അലീനയ്ക്ക് വല്ലാത്തൊരു സങ്കടം കേട്ടോ. എന്നാലും വല്യപ്പച്ച ഇപ്പൊ തന്നെ പോണോ? കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പോയാൽ പോരെ? എടി മോളെ, ഞാൻ നാളെ മറ്റന്ന് ഇങ്ങ് പോരും, ചെറിയൊരു കാര്യമുണ്ട് അതുകൊണ്ട് പോണതാ. അതെ, നിനക്ക് ഭയങ്കര വിഷമവും തോന്നുന്നു, പിന്നെ അല്ലാണ്ടോ ഇവിടെ ആരാ എനിക്കിനി മിണ്ടാനും പറയാനുള്ളത്? നിന്റെ പപ്പയില്ലേ? പപ്പയോ? കണക്കാ, അറുത്ത് മുറിച്ച് മാത്രം മിണ്ടണ ഒരു പപ്പ. വല്യപ്പച്ചൻ എന്താ പറ്റിയത്? എനിക്ക് വല്യപ്പച്ചനുള്ളപ്പോ സമയം പോണത് പോലും അറിയില്ലായിരുന്നു, ഇനി എന്താ ചെയ്യണേ? അങ്ങനെയൊക്കെ പരിഭവം പറയണം. അപ്പോഴേക്കും നമ്മുടെ അവതക്കുട്ടി ഞാൻ പറഞ്ഞു, എടി മോളെ, നീ എന്റെ കൂടെ പാലാക്കി വരുന്നുണ്ടോ? ആ,
വരുന്നുണ്ട്, ഇപ്പോഴൊന്നുമല്ല, കുറച്ചൊക്കെ ഒന്ന് കഴിയട്ടെ. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എന്തായാലും ചില സമര നടപടികളൊക്കെ ഈ അടുത്ത് തന്നെ ഉണ്ടാവും. എന്ത് സമരം? അപ്പൊ പറഞ്ഞേ, അല്ല, എനിക്ക് കിച്ചണിലോട്ട് കയറാനുള്ള പെർമിഷൻ തന്നിട്ടില്ല, അതുകൊണ്ട് ചില സമരമുറകളുമായിട്ട് ഞാൻ മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതെ, ഞാൻ വരുമ്പോഴേക്കും നീ ഇവിടെ ഉണ്ടാവോടി എന്റെ ചിന്നമ്മന്ന് ഔതകുട്ടിച്ചായൻ ചോദിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ അലീന പറഞ്ഞു, അതെ, ഞാൻ എന്തായാലും ഇവിടെ ഉണ്ടാകും, പക്ഷെ മിക്കവാറും പപ്പ ഇവിടെ ഉണ്ടാവോ എന്നുള്ളതിലെ എനിക്ക് സംശയമുള്ളൂ. അപ്പോഴേക്കും ഔതക്കുട്ടി ചായന അങ്ങോട്ട് പൊട്ടിച്ചിരിക്കുകയാണ്. കാരണം അലീനയുടെ ആ ഒരു സംസാരമൊക്കെ കേട്ടിട്ട് പെട്ടെന്ന് ചിരി വരെയാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ഔതക്കുട്ടി ചായ പോകാനായിട്ട് നിൽക്കണം. അങ്ങനെ സ്റ്റാൻലി പറയുന്നുണ്ട്, അപ്പച്ചാ ഞാൻ കൊണ്ടാക്കട്ടെ? അപ്പൊ വേണ്ട, അവന് ഡ്രൈവർ ഉണ്ടല്ലോ, അവരാരെങ്കിലും കൊണ്ടുവന്ന് ആക്കും എന്നിങ്ങനെ നമ്മുടെ ഔതക്കുട്ടി ചായൻ പറയാണ്. അങ്ങനെ ഔതക്കുട്ടി ചായൻ പാലായ്ക്കുള്ള യാത്ര പോവാണ്. അപ്പം അലീനയ്ക്ക് വല്ലാത്ത എന്തെന്നില്ലാത്ത ഒരു പ്രയാസം അത് ഔതക്കുട്ടി ചായന് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇനി കാത്തിരുന്ന് കാണാനായിട്ട് ഇരിക്കുന്നത്. അപ്പൊ എല്ലാവരും നമ്മുടെ ഈ ഒരു പ്രമോ, മഴതോറും മുമ്പേ പരമ്പരയുടെ ഈ ഒരു പ്രമോ കേൾക്കുക, സ്കിപ്പ് ചെയ്യാണ്ട് കേൾക്കുക. ഒപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത്. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്ത് തരാം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നാളത്തെ മഴതോറും മുമ്പേ പരമ്പരയുടെ പ്രമോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ.